ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ളത് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ നേടിയെടുക്കണം എന്നുള്ളത്. ഇതെന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടിയോ ആയിരിക്കും. സോ ഇതിനായിട്ട് നമ്മൾ ഡെയിലി ഒരുപാട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസുകൾ, സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്കുകൾ, പോഡ്കാസ്റ്റുകൾ ഇതൊക്കെ കാണാനും കേൾക്കാനും വായിക്കാനും തുടങ്ങും. ബട്ട് വെറും ഇൻഫർമേഷൻസ് മാത്രം കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കില്ല. 90% ആളുകളും ചെയ്യുന്ന ഒരു കാര്യമെന്നുള്ളത് ഇതാണ്. അതായത് അവർ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, ബട്ട് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാകില്ല. സോ നമ്മളുടെ ഈ ഒരു വീഡിയോയും നിങ്ങൾ വെറുതെ കണ്ടു പോകാതെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻറ്റിനെ പറ്റി നോക്കാം. കുറച്ച് സൈക്കോളജിസ്റ്റുകൾ ഒരു പ്രാവിനെ ഒരു കൂട്ടിലടച്ചു. ആ ഒരു കൂട്ടിൽ ഒരു റെഡ് ബട്ടണും വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഡ് ബട്ടൺ ആ ഒരു പ്രാവ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ലഭിക്കുമായിരുന്നു. സോ ആ ഒരു പ്രാവിന് മനസ്സിലായി ഈ ഒരു റെഡ് ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ലഭിക്കും എന്നുള്ളത്. പിന്നീട് അതേ കൂട്ടിൽ ഒരു ബ്ലൂ ബട്ടൺ കൂടി സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു ബ്ലൂ ബട്ടൺ എപ്പോഴൊക്കെ ഒരു പ്രാവ് പോയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ അതിന് ഒരു ഫീമെയിൽ പാർട്ട്ണറെ കൂടി ലഭിക്കുമായിരുന്നു. ശേഷം മൂന്നാമതായിട്ട് ഒരു ഗ്രീൻ ബട്ടൺ കൂടി സൈക്കോളജിസ്റ്റുകൾ ഈ ഒരു പ്രാവിൻ്റെ കൂട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു ബട്ടൺ എന്നുള്ളത് ഈ ഒരു പ്രാവിൻ്റെ തലയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് റോഡുമായി ബന്ധിപ്പിച്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ എപ്പോഴൊക്കെ ഈ ഒരു പ്രാവ് പോയിട്ട് ആ ഒരു ഗ്രീൻ കളർ ബട്ടൺ അമർത്തുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ല രീതിയിൽ ഡ്രിങ്ക്സ് കഴിച്ച അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്ത ആ ഒരു ഫീല് ഈ ഒരു ഇലക്ട്രിക് റോഡിലൂടെ അതിൻ്റെ ബ്രെയിനിലേക്ക് ലഭിക്കുമായിരുന്നു. സോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ഫീമെയിൽ പാർട്ട്ണർ, വലിയ രീതിയിലുള്ള പ്ലഷർ, ഇതൊക്കെ ഈ ഒരു പ്രാവിന് ഈ ഒരു കൂട്ടിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റുകൾ ആ ഒരു കൂട്ടിൻ്റെ വാതിൽ തുറന്നു വെച്ചാലും ആ ഒരു പ്രാവ് എങ്ങോട്ടും പറന്നു പോകാതെ ആ ഒരു കൂട്ടിൽ തന്നെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി എന്തിനാണ് നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു പ്രാവിൻ്റെ അവസ്ഥ നമ്മളുടെ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെയധികം മാച്ചാകും. അതായത് നമ്മൾ വെറുതെ ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, എൻ്റർടൈൻമെൻറ്റ്, ടെലിവിഷൻ പ്രോഗ്രാംസ്, മൂവീസ് ഇതൊക്കെ നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ആ ഒരു മോഡേൺ ഡേ ലൈഫ് സ്റ്റൈലിനോട് നമ്മളുടെ മൈൻഡ് വളരെ അഡിക്റ്റഡ് ആയിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ ലൈഫിലും ഉയരത്തിൽ പറക്കണമെന്നുള്ള ആ ഒരു സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ ഒരു പ്രാവിനെ പോലെ നമ്മളും നമ്മുടെ കംഫർട്ട് സോണിൽ വളരെ അഡിക്റ്റഡ് ആയിട്ട് മാറിയിരിക്കുന്നു. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു 4 ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിൻ്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ എന്നുള്ളത് ഡെഫിനറ്റ്ലി മാറ്റിമറിക്കാൻ സാധിക്കും. നമ്പർ 1, കളക്ട് ഫെയിലിയേഴ്സ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ ഒരു ബ്രിഡ്ജ് താഴെ വീഴാതെ അതിനെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ അടിയിലുള്ള പില്ലേഴ്സാണ്, അല്ലേ? ഫ്രണ്ട്സ്, ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് എന്നതിനെ നിങ്ങളുടെ സക്സസ് ആയിട്ടും ഈ ഒരു പില്ലേഴ്സ് എന്നതിനെ നിങ്ങളുടെ ഫെയിലിയേഴ്സ് ആയിട്ടും കാണുക. സക്സസ് എന്നുള്ള ബ്രിഡ്ജ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ താങ്ങി നിർത്താൻ ആവശ്യമായിട്ടുള്ള ഫെയിലിയേഴ്സ് എന്നുള്ള പില്ലേഴ്സും നിങ്ങളുടെ ലൈഫിൽ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, ആരെങ്കിലുമൊക്കെ നിങ്ങൾ ചതിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് റിജക്ഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ വെറുതെ നിരാശപ്പെട്ടിരിക്കാതെ അതൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ടുള്ള പില്ലേഴ്സ് ആണെന്ന് ഓർത്തുകൊണ്ട് അതിനൊക്കെ നിങ്ങൾ വെൽക്കം ചെയ്യണം. എത്രത്തോളം പില്ലേഴ്സ് ബ്രിഡ്ജിൻ്റെ അടിയിലുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ സക്സസ് എന്നുള്ള ബ്രിഡ്ജ് ഫ്യൂച്ചറിൽ സ്ട്രോങ് ആയിരിക്കും. അതായത് ഒരുപാട് ഫെയിലിയേഴ്സിന് ശേഷം നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സക്സസ്സിനെ ആ ഒരു ഫെയിലിയേഴ്സിൽ നിന്ന് ലഭിച്ച ആ ഒരു മൈൻഡ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഫെയിലിയേഴ്സ് ഒന്നും തന്നെ ഇല്ലാതെ വെറും സക്സസ് മാത്രമായിട്ട് നമ്മുടെ ലൈഫിൽ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു സക്സസ്സിനെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നമ്മളിൽ ഉണ്ടായിരിക്കില്ല. അധികം പില്ലേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്ത പാലത്തിന് എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് തന്നെ തകർന്നു വീഴും, അല്ലേ? സോ നമ്മുടെ സക്സസ് എന്നുള്ള ബ്രിഡ്ജിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടെ ഫെയിലിയേഴ്സ് എന്നുള്ള പില്ലേഴ്സ് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ളത്, അല്ലേ? എക്സാക്ട്ലി അതന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്പർ 2, ഡോണ്ട് ബി അഫ്രൈഡ് ടു ബ്രേക്ക് സം റൂൾസ്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എത്ര മോശമാണെങ്കിലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനെ തീർച്ചയായിട്ടും മാറ്റാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമുക്കുള്ള ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മളെ പലപ്പോഴും പിന്നോട്ട് വലിക്കും. നിങ്ങളിപ്പോൾ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫും നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും.
അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്കൊരിക്കലും നമ്മളൊരു ഡ്രീം ലൈഫിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത്. ബട്ട് ഫ്രണ്ട്സ്, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം എന്നുള്ളത് അത് തീർത്തും ഒരു ടെമ്പററി മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള എഫേർട്ട്, ഫ്രണ്ട് സർക്കിൾ, ബിലീഫ് ഇതെല്ലാം ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് എനിത്തിങ് ഇൻ ദ വേൾഡ്. നിങ്ങളുടെ ലൈഫിലുള്ള സാഹചര്യങ്ങളല്ല ശരിക്കും നിങ്ങളെ ഡൗൺ ആക്കുന്നത്, നേരെ മറിച്ച് നിങ്ങൾക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ്. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങളിലുള്ളതെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യം എങ്ങനെയാണോ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചില റൂൾസിനെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഇതിനൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു ലിവിങ് കണ്ടീഷൻ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഡോണ്ട് ബി അഫ്രൈഡ് ടു ബ്രേക്ക് സം റൂൾസ്. നമ്പർ 3, അണ്ടർസ്റ്റാൻഡ് എൻട്രോപ്പി ടു ഗ്രോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻട്രോപ്പിയെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. എന്താണ് എൻട്രോപ്പി എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വളരെ ഫിറ്റായിട്ടുള്ള ഒരു ബോഡി വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വർഷം നല്ല രീതിയിലുള്ള ഡയറ്റ്, എക്സസൈസ് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ഫിറ്റായിട്ടുള്ളൊരു ബോഡി ലഭിക്കും, അല്ലേ? സോ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഫിറ്റായിട്ടുള്ള ഒരു ബോഡിയൊക്കെ ലഭിച്ചു. എന്നാൽ നിങ്ങൾ വീണ്ടും പഴയതുപോലെ അൺഹെൽത്തി ഫുഡ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഒരു ഫിറ്റ് ബോഡി വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ട് മാറും, അല്ലേ? സോ നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് എന്നും വളരെ ഹെൽത്തി ആൻഡ് ഫിറ്റായിട്ട് നിലനിർത്തണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് മൊത്തം നിങ്ങൾക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ദിവസം നല്ല രീതിയിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി വളരെ ക്ലീൻ ആയിട്ട് മാറും, അല്ലേ? സോ ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ കുളിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഒരു വർഷം മൊത്തം കുളിക്കാതിരിക്കാൻ പറ്റില്ല, അല്ലേ? നമ്മുടെ ബോഡി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി കുളിച്ചിരിക്കണം, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ അതേപടി നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി റെഗുലറായിട്ട് ഈ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോർമൽ സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ എന്നുള്ളത് അത് മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് വിളിക്കുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എൻട്രോപ്പി മോഡിലാണ് എന്നുള്ളതാണ്. എൻട്രോപ്പി മോഡ് എന്നുള്ളത് മറ്റൊന്നും തന്നെയല്ല, ഡെയിലി നിങ്ങൾ പുതിയതായിട്ട് ഒന്നും തന്നെ ചെയ്യാതെ നിങ്ങളുടെ സ്കൂൾ, ഓഫീസിലേക്കൊക്കെ പോയി വന്ന് നിങ്ങളുടെ മൊബൈലിൽ തന്നെ വെറുതെ സ്ക്രോൾ ചെയ്തിരുന്ന് അഗെയിൻ വീണ്ടും ഇതേ കാര്യം തന്നെ റീപീറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രവണതയാണ് നമ്മൾ എൻട്രോപ്പി മോഡ് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ഇതാണ് കംഫർട്ട് സോൺ എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് പോസിബിൾ അല്ല. സോ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഡെയിലി പുതിയ കാര്യങ്ങളെ പറ്റി ലേൺ ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. സോ ഡെയിലി പുതിയൊരാളെ നിങ്ങൾ മീറ്റ് ചെയ്യുക, ഡെയിലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ഡെയിലി പുതിയ സ്കിൽസ് നിങ്ങൾ മാസ്റ്റർ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ചധികം സ്ട്രഗിളായിട്ട് തോന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ബട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിനെ ഗ്രോത്തിലേക്ക് നയിക്കുന്നത്. നമ്പർ 4, ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതുവരെ 3 മൈൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞു, അല്ലേ? ഈ ഒരു 3 മൈൻഡ് സെറ്റും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ഇന്നർ എനർജി എന്നുള്ളത് ഈ ഒരു ടെൻഷൻസ്, വറീസ് ഇതിലൊന്നും അല്ലാതെ വളരെ പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിരിക്കണം. കാരണം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു ലൈഫ് അത്രയും പ്രീഷ്യസ് ആണ്, അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് വിചാരിക്കുന്ന ഒരു സോളിന് മാത്രമേ തൻ്റെ ലൈഫിൽ വലിയ ഹൈറ്റ്സിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള ഇതുവരെയുള്ള എല്ലാ നല്ല കാര്യങ്ങളോടും നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു 3 മൈൻഡ് സെറ്റും നമുക്ക് ഇതിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.